കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം മരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കാരണമാകട്ടെ ഇനി ബലിയർപ്പിക്കുവാൻ എഴുന്നള്ളുന്നു രാജാ എഴുന്നള്ളുന്നു. നാഥലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർത്തു വരം തൂകി എഴുന്നള്ളുന്നു. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഥലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർത്തു വരം തൂകി എഴുന്നള്ളുന്നു. നമുക്ക് ഈശോയെ പൂർണ്ണമായിട്ട് ആരാധിക്കുന്നതോടൊപ്പം ഈശോ പറഞ്ഞു, ഇന്ന് നമ്മൾ സന്ദേശത്തിൽ കേട്ടു, ഈശോയിലൂടെ നമ്മൾക്ക് വെളിപാടുകളുടെയും അഭിഷേകത്തിൻ്റെയും പൂർണ്ണത ലഭിച്ചിരിക്കുന്നു. മോശയുടെ നിയമത്തിലൂടെ കിട്ടുന്നതല്ല, യേശുവിൻ്റെ കൃപയിലൂടെ കിട്ടുന്നതാണ്. നിയമവും പ്രവാചകന്മാരെയും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്, എന്നാൽ ഈശോയിലൂടെ അത് പൂർണ്ണമായിട്ട് നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മളൊന്ന് വിശ്വസിക്കുക, ഈശോയിലൂടെ എല്ലാം കിട്ടിക്കഴിഞ്ഞിരിക്കും. നമ്മുടെ വലിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ഓലിപ്പുറച്ചൻ പറഞ്ഞത് തിയോളജിയുടെ എല്ലാം വലിയ അരച്ചു കുടിച്ച ആ നിധിയിൽ നിന്ന് എടുത്ത കുറച്ച് മുത്തുകളാണ് നമുക്ക് പറഞ്ഞത്. വിശ്വാസത്തിൻ്റെ വലിയ രഹസ്യമാണ് നമ്മൾ കേട്ടത്. ഈശോ എല്ലാം തരിക മാത്രമല്ല, ഈശോയെ തന്നെ നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മളിനി ഈശോയിലൂടെ ലഭിച്ചിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ ആ അഭിഷേകം ലോകം മുഴുവനിലേക്ക് കൊടുക്കുക. ഇതാണ് നമ്മുടെ ദൗത്യം. അതിനുള്ള വലിയ ഒരു സാധ്യതകളാണ് നമ്മുടെ സ്കൂളുകളും കോളേജുകളും. 2000 ആത്മാക്കൾ നമ്മളുടെ കൂടെ ഈ കോളേജിലുണ്ട്. ഈ കോളേജ് അതുപോലെ നമ്മളുടെ പ്രവർത്തന മേഖലകളെല്ലാം നമ്മുടെ ആത്മാവിൽ നിന്നുള്ള കൃപ ലഭിക്കാൻ വേണ്ടി ദാഹിക്കുന്നവരാണ്. നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ വിശ്വസിക്കുകയും
നമ്മളിൽ ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നേഹം, ആ കരുണ. ഈശോ പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ആ പിതാവും ഈശോയും പരിശുദ്ധാത്മാവും നമ്മളിൽ നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ ബുദ്ധിയെ, ബോധ്യത്തെ എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട്, ഓ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് നമ്മളിൽ പുറത്തേക്ക് ഒഴുകാനുള്ള പ്രാർത്ഥനയാണിത്. നമ്മുടെ വിളി നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ പ്രകാശിക്കാൻ വേണ്ടിയാണ്. ഈ പരിശുദ്ധാത്മാവ് ഇപ്പോഴുള്ള ഈ കൈവെപ്പ് പ്രാർത്ഥനയിലൂടെ മോൺസിഞ്ഞോർ അച്ഛനും ഞാനും നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാം. അതിലൂടെ നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ആ അഭിഷേകം നിറഞ്ഞൊഴുകണം പുറത്തേക്ക്. ഈശോ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ ഉറവ ഒഴുകും പുറത്തേക്ക്. ഒന്ന് വിശ്വസിക്കുക, ദൈവമേ, ഞാനൊന്നും ചെയ്യുന്നില്ല, അങ്ങാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങ് മുന്തിരിച്ചെടിയാണ്, ഞാൻ അങ്ങയുടെ ശാഖയാണ്. ശാഖ ബലം പുറപ്പെടുവിക്കുന്നത് തായ്തണ്ടിൽ ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. നമുക്ക് ആ ബോധ്യത്തോടെ ഇങ്ങനെ പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, ഇതാ ഞാൻ, എന്നിൽ നിന്ന് ഒഴുകണമേ, ലോകം മുഴുവനിലേക്കും ഒഴുകണമേ, എല്ലാ വിദ്യാർത്ഥികളിലേക്കും ഒഴുകണമേ. നമുക്കിന്ന് കേട്ട സന്ദേശത്തിലെ ഒരു വലിയ കാര്യം നമ്മൾ ഈ ധ്യാനത്തിൽ ചിന്തിച്ചത് തന്നെയാണ്. ഈശോ വചനം പ്രഘോഷിച്ചപ്പോൾ ഒറ്റ ക്രിസ്ത്യാനിയും ഉണ്ടായിരുന്നില്ല. നമ്മളത് പറഞ്ഞു നേരത്തെ. എന്ന പോലെ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങൾ ഒരുപക്ഷെ ക്രിസ്ത്യാനികൾ ഇല്ലായിരിക്കാം. പക്ഷേ ഈശോ വന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. അത് നമ്മളങ്ങ് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ഒഴുകുകയായി. ആ ബോധ്യത്തോടെ, ഓ യേശുവേ, ഞങ്ങളെ അങ്ങയുടെ ശാഖകളായി എല്ലാവരിലേക്കും കൃപ ഒഴുകുന്നതിന് ഉപകരണങ്ങളാക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഇനി നമ്മൾ എല്ലാവരും ഇവിടെ തൊട്ടടുത്ത് ഇങ്ങനെ വന്ന് മുട്ടുകുത്താണെങ്കിൽ നന്നായിരിക്കും. എല്ലാവരും എഴുന്നേറ്റ് വന്ന് ഇതിന് ചുറ്റും ഇങ്ങനെ മുട്ടുകുത്തുക. അപ്പോൾ അച്ഛനും ഞാനും നിങ്ങളുടെ അടുത്ത് വന്ന് കൈവച്ച് പ്രാർത്ഥിക്കാൻ എളുപ്പമായിരിക്കും. ഇങ്ങനെ ഇവിടെ നിരന്ന് ഇങ്ങനെ മുട്ടുകുത്തുക, അറ്റം വരുന്ന ഏറ്റം വരെ 2 3 നിരയായിട്ട് കുറച്ചും കൂടി അടുത്ത്. യെസ്, ആദ്യത്തെ നിരയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നിങ്ങൾ പുറകോട്ട് പോവുകയും, ഇല്ല, ആദ്യത്തെ നിരയിലുള്ള പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നിങ്ങൾ പുറകോട്ട് പോവുക, മുൻനിരയിലുള്ള വരിക. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ആത്മാവേ, പരിശുദ്ധാത്മാവിൽ നിന്ന് ഗാനം ആലപിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ആത്മാവേ നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അത്ഭുത അഭിഷേകം നൽകണമേ. അത്ഭുത ശക്തി കൊണ്ട് നിറയ്ക്കണമേ. ആത്മാവിന്റെ പുതിയ അഭിഷേകം നൽകണമേ. യേശുവിന്റെ നാമത്തിൽ ജീവജലത്തിന്റെ അരുവിയായി ഞങ്ങളിൽ ഒഴുകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെല്ലാവരിലും നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുക ദാഹത്തോടെ. നിറയണമേ, എന്നിൽ നിറയണമേ.
ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ, ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ദൈവജനം ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ. ദൈവജനം ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം, പാപിയാം ഞാൻ ദൈവ സുതനായി മാറി. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം, പാപിയാം ഞാൻ ദൈവ സുതനായി മാറി. പിതാവിനോടുകൂടെ പുത്രനോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. പിതാവിനോടുകൂടെ പുത്രനോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ദൈവാത്മാവിൽ നിറഞ്ഞപ്പോൾ, ദൈവസ്നേഹത്തിൽ ചൊരിഞ്ഞപ്പോൾ, ദൈവാത്മാവിൽ നിറഞ്ഞപ്പോൾ, ദൈവസ്നേഹത്തിൽ ചൊരിഞ്ഞപ്പോൾ, ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു. ആദിപിതാവെന്ന് ഞാൻ വിളിച്ചു. ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു. ആദിപിതാവെന്ന് ഞാൻ വിളിച്ചു. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഭിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഭിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. എന്നിൽ വാഴും ക്രിസ്തുവേ എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ വാഴും ക്രിസ്തുവേ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും പിതാവേ ദൈവസ്നേഹം ചൊരിയണമേ, എന്നിൽ വാഴും പിതാവേ ദൈവസ്നേഹം ചൊരിയണമേ. എന്നിൽ വാഴും യേശുവേ ദൈവസ്നേഹം ചൊരിയണമേ, എന്നിൽ വാഴും ആത്മാവേ ദൈവസ്നേഹം ചൊരിയണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, കത്തിപ്പടരണമേ. കൃപയ്ക്കുമേൽ കൃപ ചൊരിയണമേ, കൃപാവരം ചൊരിയണമേ, കൃപയ്ക്കുമേൽ കൃപ ചൊരിയണമേ, കൃപാവരം ചൊരിയണമേ. തിരുരക്ത കരുകണമേ, പുതിയൊരു ഹൃദയം നൽകണമേ, തിരുരക്ത കരുകണമേ, പുതിയൊരു ഹൃദയം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ ദൈവസ്നേഹം ചൊരിയണമേ, എന്നിൽ വാഴും ആത്മാവേ ദൈവസ്നേഹം, എന്നിൽ വാഴും ആത്മാവേ സമാധാനം നൽകണമേ, എന്നിൽ വാഴും ആത്മാവേ ആനന്ദം നൽകണമേ.
എന്നിൽ വാഴും ആത്മാവേ ക്ഷമയാലെന്ന് നിറയ്ക്കണമേ എന്നിൽ വാഴും ആത്മാവേ ദയയാലെന്ന് നിറയ്ക്കണമേ എന്നിൽ വാഴും ആത്മാവേ നന്മയാലെന്ന് നിറയ്ക്കണമേ എന്നിൽ വാഴും ആത്മാവേ വിശ്വസ്തത നൽകണമേ എന്നിൽ വാഴും ആത്മാവേ സൗമ്യത നൽകണമേ എന്നിൽ വാഴും ആത്മാവേ ആത്മസംയമത നൽകണമേ എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ എന്നിൽ വാഴും ആത്മാവേ വിവേകം നൽകണമേ എന്നിൽ വാഴും ആത്മാവേ അറിവ് നൽകണമേ. അത് ചിന്തിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു. ഈശോ പറഞ്ഞു, ഇതാ സോളമനേക്കാൾ വലിയവൻ ഇവിടെ. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. ഓ ദൈവമേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ച ഈ ജ്ഞാനം, സൃഷ്ടാവിനെ കുറിച്ചുള്ള ജ്ഞാനം, സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനവും എങ്ങനെ കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ സയന്റിഫിക് ലോകത്തിൽ ദൈവികമായ ജ്ഞാനം കലർത്തി ഈ മക്കളെല്ലാവരുടെയും ലോകത്തിന്റെ പ്രകാശമാക്കുന്നതിന് ജ്ഞാനവും ശക്തിയുമായ യേശുവിന്റെ സാക്ഷികളാക്കാൻ ഞങ്ങളെ കിട്ടിയ അവസരത്തെ കുറിച്ച് നന്ദി പറയും. ഈശോയുടെ സാന്നിധ്യത്തിൽ തന്നെ ഒന്നോ രണ്ടോ പേരിവിടെ വന്നിട്ട് ഈ 3 ദിവസം കൊണ്ട് നമുക്ക് എന്ത് കിട്ടി, വാട്ട് ആർ യു ടേക്കിംഗ് ഹോം, ഈ 3 ദിവസം കൊണ്ട് കർത്താവ് നമുക്ക് എന്ത് തന്നു എന്നതിന് കർത്താവിനെ നേരിട്ടൊന്ന് നന്ദി പറയാം. 1-2 പേരൊന്നും പെട്ടെന്ന് വന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. കർത്താവിന് നന്ദി അർപ്പിക്കാം. ഈശോയെ ഞങ്ങൾ നന്ദി പറയും. ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ച ബോധ്യങ്ങളെ കുറിച്ചും ജ്ഞാന പദ്ധതികളെ കുറിച്ചും ഞങ്ങളിലുണ്ടായ പുതിയ അനുഭവത്തെ കുറിച്ചും സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ ഹൃദയത്തെ ചുരുക്കി പറയാൻ കിട്ടിയ ഒരാശയം ഇങ്ങനെ തന്നെയാണ്. ആദം എന്ന പഴയ മനുഷ്യനിൽ നിന്ന് ക്രിസ്തു എന്ന പുതിയ മനുഷ്യനിലേക്ക് രൂപാന്തരപ്പെട്ട് ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുക എന്നുള്ള ദൈവ മനുഷ്യ പങ്കാളിത്തത്തിലൂടെ ഭൂമിയെ സ്വർഗരാജ്യമാക്കുക എന്നുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയാക്കുവാൻ നമ്മൾ ഓരോരുത്തരും അതിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബ്രദറിലൂടെ വളരെ ആഴമായ കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ കിട്ടി. പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പ്രത്യാശയെ കുറിച്ച് ചോദിക്കുന്ന ഏവരോടും വിശദീകരണം പറയാൻ പഠിച്ചിരിക്കണമെന്ന്. ബ്രദറിന്റെ അടുത്ത് സഭാ പഠനങ്ങളോട് ചേർന്നുള്ള വിശദീകരണം വളരെ കൃത്യമായി നമുക്ക് ലഭിച്ചു. പ്രത്യേകിച്ച് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുമ്പോഴുള്ള ഒത്തിരി സംശയങ്ങളാണ്
ശുദ്ധീകരാത്മാക്കൾ എന്ത്, നിത്യജീവൻ എന്ത്, പിന്നെ സ്വർഗമുണ്ടോ നരകമുണ്ടോ, മരണത്തിന് ശേഷം പുതിയ ലോകം എങ്ങനെ വരുന്നു എന്നൊക്കെയുള്ള തെറ്റായ അറിവും ശരിയായ അറിവും ലോകത്തിൽ കിടപ്പുണ്ട്. ചിലരൊക്കെ അത് തെറ്റിദ്ധരിച്ച് പറയാറുണ്ട്. പല പ്രഘോഷകരിൽ തന്നെ ഇതിന്റെ ചില സംശയങ്ങൾ കിടന്നിരുന്നു. അവയെല്ലാം ബ്രദർ CCC എന്ന പുസ്തകത്തിന്റെ മതബോധന ഗ്രന്ഥത്തിന്റെ ചുരുക്കത്തിൽ നോക്കി നമ്പർ സഹിതം പറഞ്ഞ് സഭാ പഠനങ്ങളോട് ചേർത്ത് ബൈബിളിനോട് ചേർത്ത് പറഞ്ഞു തന്നു. ഈ കിട്ടിയ ദൈവാനുഭവം വചനത്തിൽ അടിയുറച്ച് വളരാൻ കിട്ടിയ നല്ലൊരു അനുഭവമായി, സന്തോഷമായി എനിക്ക് അനുഭവപ്പെട്ടു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം വചനത്തിൽ പറഞ്ഞ പാറമേൽ അടിസ്ഥാനമിട്ട വിവേകിയായ മനുഷ്യന് തുല്യനാണ്, ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ് എന്ന് പറഞ്ഞത് ബ്രദർ ഒരു ബുദ്ധിമാനായ മനുഷ്യനാണെന്ന് കൂടി എനിക്ക് മനസ്സിലായതിൽ സന്തോഷം. കർത്താവിന് നന്ദി പറയാം. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. ഹല്ലേലൂയ. കർത്താവ് വരാം. എനിക്ക് ഒരിക്കൽ കൂടി പ്രസംഗത്തിൽ ധ്യാനം കൂടാനുള്ള അവസരം കിട്ടി. കാരണം ഒരിക്കൽ കൂടി കർത്താവ് വീണ്ടും എന്നെ ലക്ഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഭോഷനായ സെബാസ്റ്റ്യൻ, യേശു ക്രിസ്തു നിന്റെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ ആരാണ് നിന്നെ ആഭിചാരം ചെയ്യുന്നത്? നോട്ട് യുവർ ആക്ഷൻസ്, നോട്ട് യുവർ ഡീഡ്സ്, ബട്ട് ദ ഗ്രേസ് ഓൺലി കൃപ. ദൈവത്തിന്റെ ഈ കൃപ, ആ ജ്ഞാനം അതിന്റെ മൂർത്ത രൂപത്തിൽ യേശുവിൽ അവതരിച്ചു. ആ മൂർത്ത രൂപം ഇതാ ഇന്ന് നമ്മൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ മിഷന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. യൂത്ത് മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബമായിട്ട് ഞങ്ങൾക്ക് ആത്മീഷനിൽ പോയിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. തിരിച്ചു വന്നിരിക്കേണ്ട അവസരം കിട്ടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നന്ദിയോടും ഓർക്കുന്നു. പ്രൈസ് കഴിച്ച നന്ദി പറയാം. സാർമാരാണെങ്കിലും ടീച്ചർമാരാണെങ്കിലും ഈ ദിവസങ്ങളിൽ ഈശോയെ അവിടുത്തെ ബന്ധങ്ങളിലൂടെ ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ ഈ ദൈവകൃപ, അവിടുത്തെ കാരുണ്യം, ഈ ദൈവരാജ്യത്തിന്റെ സന്ദേശം ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയതുപോലെ ലോകം മുഴുവനും ഈ ദൈവരാജ്യത്തെ കുറിച്ചുള്ള സന്ദേശം അറിയിക്കുവാൻ അവിടുത്തെ ഞങ്ങളെ ഇന്ന് കൂടുതലായി അഭിഷേകം ചെയ്തിരുന്നുണ്ട്. നന്ദി പറയുന്നു. കൈയടിച്ച് നന്ദി പറയാം. കുർബാനയില് ഓരോ വാക്കുകളിലും ഓരോ പ്രാർത്ഥനയിലും കൂടുതൽ അർത്ഥവ്യാപ്തിയുള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഈ ധ്യാനം കൊണ്ട്. അതുകൊണ്ട് കൂടുതൽ ഭക്തിയോടുകൂടെ ഈ കുർബാന കാണാനായിട്ട് സാധിക്കും. അതിനെ ബ്രദർക്ക് പ്രത്യേകം. കുർബാനയിൽ 33 പ്രാവശ്യം ഈ കരുണയെ കുറിച്ച് പറയുന്നു. കരുണാപൂർവ്വം നിങ്ങളുടെ പാപങ്ങളും കടന്നു. അത് ഉൾക്കൊണ്ട് കഴിയുമ്പോൾ ഈ ഒരു ബലി അർപ്പണം കഴിഞ്ഞാൽ നമ്മൾ പിതാവിന്റെ വലതുഭാഗത്താണ്. പ്രീതികലർന്ന യുഗാന്ത്യത്തിൽ നഗരത്തിൽ നമ്മൾ അവിടെയാണ് ഇപ്പോൾ. ആരെങ്കിലും ഒരാൾ കൂടി പറയാം. നമുക്ക് ഈശോ ആശീർവാദത്തിനാക്കി നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ എങ്ങനെ കരുണയോടെ പ്രവർത്തിക്കണമെന്ന്, എങ്ങനെ കരുണാസ്നേഹം കാണിക്കണമെന്ന് ബ്രദറിന്റെ ടോക്കിലൂടെ എപ്പോഴും നല്ലത് മനസ്സിലായി. ഇതിന് കേൾക്കുന്നു. നമ്മൾ ഇപ്പോൾ ഈ ഷെയറിങ് അവസാനിക്കാൻ
ഒരു കാര്യം ഞാൻ വിചാരിച്ച് നിങ്ങൾ ആരെങ്കിലും പറയുമെന്ന്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായോ അല്ലെങ്കിൽ കൊണ്ട് പറയാതിരിക്കുന്നതായിരിക്കും. ഇതിൽ നിന്നും ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ഞാൻ പഠിച്ചത്, നമ്മളിൽ കരുണ ഉള്ള ദൈവം ഉണ്ടെങ്കിലും ആ കരുണ നമ്മൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തത് നമ്മളിൽ വേറൊരാളുണ്ട്. അതാരാണ്? നമ്മളിലുള്ള ഒരു ഫരിസേയൻ. അപ്പൊ ഈ കരുണാസമ്പന്നനായ ദൈവം നമ്മളിലുണ്ട്. പക്ഷേ ഫരിസേയ മനോഭാവത്തോടു കൂടി നമ്മൾ കാണുന്നു, നമ്മൾ ഉടനെ അതിനെ റിയാക്ട് ചെയ്യുന്നു, നമ്മൾ അതനുസരിച്ച് ആ ഫരിസേയ സ്വഭാവത്തെ മാറ്റുമ്പോഴാണ് ഈ കരുണ പൊട്ടിയുള്ളത്. അത് നിങ്ങൾ നമ്മുടെ സ്വന്തം ആദ്യം വീട്ടിൽ തന്നെ ഇന്ന് ചെന്നാൽ തന്നെ നമ്മൾ പലതും കാണും നമുക്ക് ഇഷ്ടമില്ലാത്തത്. മിണ്ടണ്ട, കുറച്ച് പെട്ടെന്ന് റിയാക്ട് ചെയ്യാണ്ട് കർത്താവ് നീ കാണുന്നുണ്ട്, അങ്ങനെ ഒന്ന് പഠിക്കണം. അപ്പോൾ അതാണ് ഡു ടു അതേഴ്സ് വാട്ട് യു വുഡ് ലൈക്ക് ദം ടു ഡു ഫോർ യു. നിങ്ങൾ മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ മറ്റുള്ളവർ ചെയ്യണം. ഇപ്പം ഇത് സ്കൂളിലും കോളേജിലും പറയുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള ഇതാണ് ഏറ്റവും സബ്സ്റ്റൻസ് ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ്. അപ്പോൾ ആ ബുദ്ധിത്തിലെ പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ മറ്റുള്ളവരെ ഒരു ഫരിസേയ മനോഭാവത്തോടു കൂടി കാണാതെയും നമ്മളിലുള്ള ഫരിസേയ മനോഭാവത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് നമ്മൾ പരിശ്രമിക്കുക. നമുക്ക് മുട്ടുകുത്തി ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ മക്കിരുത്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ മർത്യരുത്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കടകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം പൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനെ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനെ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ
നിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിതമാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ഒരു പ്രവചന പ്രത്യേകം നന്ദി പറയുന്നു. അച്ഛൻ്റെ ഇത്രയും അർത്ഥസമ്പുഷ്ടമായ സന്ദേശം അച്ഛൻ ആലുവ സെമിനാരിയിൽ ലെക്ചറായിരുന്നപ്പോഴേ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അവിടെ ഒരുമിച്ച് ഞാൻ അവിടെ ധ്യാനിപ്പിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അതിനുശേഷം എന്നെ വിളിച്ച് പാലാ കൺവെൻഷനെല്ലാം നടത്തിച്ചു. അങ്ങനെ അച്ഛൻ ഈ കുർബാനയിൽ നമ്മളെ ഒപ്പം പരിഹരിപ്പിക്കാനും സന്ദേശം തരാനും വന്നതിൽ പ്രത്യേക നന്ദി. നമുക്കൊന്ന് കൈയടിച്ച അച്ഛന് നന്ദി പറയാം. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രിയങ്കരനായ മോൺസിഞ്ഞോർ വെച്ച, ഞങ്ങളുടെ പ്രിൻസിപ്പൽ വിൻസെന്റ് വെച്ച ഈ ധ്യാന ടീമിനെ നയിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന തോമസ് പോൾ ബ്രദർ, അവരോടൊപ്പം കോർ ടീമിൽ വർക്ക് ചെയ്യുന്ന പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന 2 വ്യക്തികൾ, ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നവര്, ഈ കോളേജിൽ നിന്നല്ല ന്യൂമാൻ കോളേജിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന ഒത്തിരി ടീച്ചർമാര്, ഈ കോളേജിലെ ടീച്ചേഴ്സ്, ഈ കോളേജിന്റെ പരിസരത്തുള്ളവര്, മറ്റു മഠങ്ങളിൽ നിന്നും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നവര്, ഞങ്ങളുടെ കോളേജിലെ അധ്യാപകര്, അനധ്യാപകര്, ഞാൻ നന്ദിയുടെ ഒരു വാക്ക് പറയുന്നതിന് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. സമയം അതിക്രമിച്ചു എന്നറിയാം. ഞാൻ 5 മിനിറ്റ് കൊണ്ട് തീർത്തുകൊള്ളാം. ആദ്യം തന്നെ എന്റെ ഉള്ളിലേക്ക് വന്നത്, ഈ 3 ദിവസത്തെ ഞാൻ 2-3 സെന്റൻസിൽ ഒന്ന് ക്രോഡീകരിച്ചതിന് ശേഷം ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. നീ ആരാണ്? ഞാൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. നിന്നെ എന്തിനു സൃഷ്ടിച്ചു? ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ച നീ എങ്ങനെ ജീവിക്കണം? യേശു ജീവിച്ചതുപോലെ ഞാൻ ജീവിക്കണം. ഇങ്ങനെ ശൈശവത്തിൽ ജ്ഞാനത്തിൽ നിന്ന് ശക്തി സംഭരിച്ച് കുട്ടി വളരുന്നതിനോടൊപ്പം ജ്ഞാനവും അറിവും വളർന്ന് സമൂഹത്തിനും വീട്ടുകാർക്കും നാട്ടുകാർക്കും ദൈവത്തിനും പ്രിയങ്കരനായി വളർന്നു വന്നു. അതെ, നമ്മളെല്ലാവരും കുട്ടികളായി വളർന്നു. ഇപ്പോഴും ആധ്യാത്മികതയിൽ ചിലപ്പോൾ ശിശുക്കളായിരിക്കാം. അപ്പോൾ ദൈവത്തിന്റെ വഴിയെ, യേശുവിന്റെ വഴിയെ നടക്കുവാൻ നമുക്കതൊരു പ്രചോദനമാകട്ടെ. വീണ്ടും ജ്ഞാനം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഡിവൈൻ വിസ്ഡം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളിൽ കരുണ താഴെ വരും. കരുണ എന്നാൽ ഇന്നലെ ബ്രദർ പറഞ്ഞത്, കരുണയുടെ സിംബോളിക്കായിട്ട് കരുണാവർഷത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഗർഭപാത്രത്തിന്റെ ഉള്ളിലിരിക്കുന്ന ശിശുവിനെ പോലെയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഒത്തിരി പേര് അമ്മമാരായിട്ടുണ്ട്. അതിന്റെ ആ വശം, അത് എത്രത്തോളം തീവ്രമാണെന്ന് ഉദരങ്ങളിൽ ശിശുവിനെ വഹിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നലെ കരുണക്കഥ ചൊല്ലിയപ്പോൾ എന്റെ ഉള്ളിലേക്ക് ആ ഒരു അനുഭവം കടന്നു വന്നു. ആ ഒരു അനുഭവത്തോടുകൂടി പ്രത്യേകമായ രീതിയിൽ ആ കരുണക്കഥയെ സമീപിക്കുവാൻ എനിക്ക് സാധിച്ചു. അതുപോലെ എല്ലാവർക്കും സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ണിയെ ഗർഭപാത്രത്തിൽ സ്വീകരിച്ചിട്ടില്ല എങ്കിലും ഒരു ഉണ്ണി ജനിക്കാൻ പോകുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഒരു പിതാവിന്റെ സന്തോഷവും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അവർക്കും അത് ഫീൽ ചെയ്യും. വീണ്ടും നമ്മളെല്ലാ കുട്ടികളെ വളർത്തുന്നവരാണ്. യേശുവി 59:21 എന്നെ സ്പർശിച്ച അടുത്ത വചനം. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്ന വചനങ്ങളും നിന്റെ സന്താനങ്ങളുടെയും അവരുടെ സന്താനങ്ങളുടെയും അധരങ്ങളിൽ നിന്ന് ഒരിക്കലും അകന്നു പോവുകയില്ല. ഇത് കർത്താവ് ചെയ്യുന്നതാണ്. അതെ, അപ്പൊ നമ്മൾ കൂടുതൽ വചനം വായിക്കണം. നമ്മൾ കൂടുതൽ സംശീകരിച്ചാൽ നമുക്കത് നമ്മുടെ കുട്ടികളിലേക്ക് പകരാൻ പറ്റും. നമ്മൾ 50 ലക്ഷവും 1 കോടിയും 2 കോടിയും കൊടുത്ത് കുട്ടികളെ പറഞ്ഞയക്കുമ്പോഴും നമുക്ക് അതിനോടൊപ്പം തന്നെ 1 കോടിയും 2 കോടിയും വചനങ്ങൾ കൂടെ നമ്മുടെ അധരങ്ങളിലൂടെ അവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കും.
നമ്മുടെ മുമ്പിൽ കൂടി കടന്നു പോകുന്ന കുട്ടികളിലേക്കും ഇത് പകരാൻ സാധിക്കട്ടെ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു അനുഭവം ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനെയുള്ള ഒരു സൗകര്യം ഒരുക്കിയ ഞങ്ങളുടെ മാനേജ്മെന്റ് കോതമംഗലം ഡയോസിസ് കോളേജിന്റെ കോതമംഗലം ഡയോസിസിന്റെ തിലകക്കുറിയായി തന്നെ വിരാജിക്കുന്ന നമ്മള കോളേജ് മാതാവിന്റെ നാമത്തിലുള്ള കോളേജാണ്. കോളേജിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും മാനേജ്മെന്റ് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഞങ്ങളുടെ മോൺസിഞ്ഞർ അച്ഛനും അതിന് വളരെ ശ്രദ്ധാലുവാണ്. സമയപരിമിതി ഉണ്ടെങ്കിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും ഞങ്ങൾക്ക്